ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? റോസാപ്പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്കൊരു പൂക്കൂട ഓർമ്മ വരികയാണെങ്കിൽ ആ പൂക്കൂടയിൽ നിറയെ വയ്ക്കുന്ന ഫ്ലവറാണ് നമ്മുടെ ഈ റെഡ് റോസാപ്പൂക്കൾ. ഡച്ച് റോസ് സുന്ദരികളെക്കുറിച്ച് നമ്മൾ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്. വലിപ്പത്തിലും അതുപോലെ സ്ട്രോങ് ആയിരിക്കുന്നതിലും ഒന്നാമതാണവർ. പല നിറങ്ങളിലുള്ള ഡച്ച് റോസുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇത് താജ്മഹൽ റെഡ് റോസ് എന്നും നമ്മളിതിനെ അറിയപ്പെടുന്നുണ്ട്. ISRO എന്നും ഈ ഒരു വൈറ്റ് റോസിനെ നമ്മൾ അറിയപ്പെടാറുണ്ട്. അതുപോലെ ഈ ബേബി പിങ്ക് കളറും നമുക്കിപ്പോൾ ഡച്ച് റോസിൽ അവൈലബിൾ ആണ്. ചുവന്ന റോസാപ്പൂക്കൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നാടനായിട്ടും ബഡായിട്ടും ഉണ്ട്. അതിൽ നമുക്ക് കണ്ണിനെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന ഒരു കളർ അല്ലെങ്കിൽ ഒരു വെറൈറ്റിയാണ് നമ്മുടെ റെഡ് മാർഗോ കോസ്റ്റ് റോസുകൾ. മാർഗോ കോസ്റ്റ് റോസുകൾ നമ്മുടെ ഫെയറി വെറൈറ്റിയിൽപ്പെട്ട റോസുകൾ തന്നെയാണ്. അതുപോലെ കുഞ്ഞിലകളും അതുപോലെ പടർന്നു വളരുന്ന മിനിയേച്ചർ സ്വഭാവവും ബഞ്ചസ് ആയിട്ടുണ്ടാകുന്ന പൂക്കളും ഈ ഒരു മാർഗോ കോസ്റ്റ് റോസുകളുടെയും പ്രത്യേകതയാണ്. ഫുള്ളായി ഓപ്പൺ ആകുന്നില്ല എന്നുള്ളതാണ് ഈ റോസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ റെഡിൻ്റെയും അതുപോലെ പിങ്ക് വൈറ്റിൻ്റെയും അതായത് വൈറ്റ് അല്ല പിങ്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. റോസാപ്പൂക്കൾ പല വിധത്തിലുണ്ടെങ്കിലും ഇങ്ങനെ വിടരാതെ നിൽക്കുന്ന റോസാപ്പൂക്കൾക്ക് വല്ലാത്ത ഒരു അട്രാക്ഷൻ തന്നെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. എല്ലാ തരത്തിലുള്ള ഫെയറി റോസുകളെ പോലെയും അതായത് വൈറ്റ് ഫെയറി, റെഡ് ഫെയറി, അതുപോലെ തന്നെ പിങ്ക് ഫെയറി, ഡാർക്ക് പിങ്ക് ഫെയറി, അങ്ങനെയുള്ള എല്ലാ ഫെയറി റോസുകളെ പോലെ മിനിയേച്ചറായിട്ടും നന്നായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യുന്ന റോസ് വെറൈറ്റികളാണ് നമ്മുടെ മാർഗോ കോസ്റ്റർ റോസുകൾ. മാർഗോ കോസ്റ്റർ റോസുകൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.